നമസ്കാരം. ഇന്ത്യൻ ഇൻസ്പിറേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 25 years ഓഫ് ഹാർഡ് വർക്കിലൂടെ ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന CM ബഷീറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ കുടുംബമൊക്കെ എവിടെയാണ്? കുടുംബവും സ്വന്തം സ്ഥലം തേവക്കല്ലായിരുന്നു. തേവക്കെന്ന് ഞാൻ കല്യാണം കഴിച്ച് മറ്റേ കുന്നും പുറത്തുനിന്ന് കല്യാണം കഴിച്ചു. ബിസിനസിന്റെ തുടക്കം ഒക്കെ എങ്ങനെയായിരുന്നു? ബിസിനസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം കട്ട്ലേം ചെല്ലം ഉണ്ടാക്കണമെന്ന് എനിക്ക് കോൺട്രാക്ട് വർക്കായിരുന്നു. അപ്പോൾ കട്ട്ലേം ചെല്ലം ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഇത് ഉണ്ടാക്കണ ഒരു തൃപ്പൂണിത്തുറയായിരുന്നു. എന്നിട്ട് അവരെ പോയി ഞാൻ കണ്ടുപിടിച്ച് ഇങ്ങനെ കട്ട്ലേം ചെല്ലം ഉണ്ടാക്കാൻ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കൂലി എത്ര കിട്ടണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് 300 രൂപ 350 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 500 രൂപ വെച്ച് ഞാൻ തരാം, എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ 4 പേരും കൂടി റെഡിയാണ് വരാനായിട്ട്. ഞാൻ അച്ചുണ്ടാക്കി. എൻ്റെ അച്ഛൻ എവിടെ നിന്ന് ഉണ്ടാക്കണേന്ന് ചോദിച്ച് വേറെ അവർ പറയൂല. ഞാൻ തപ്പിപ്പിടിച്ച് സ്കൂട്ടറിന് പോയിട്ട് അതിരമ്പള്ളി വാഴച്ചാലുണ്ട്, അങ്ങനെ അവിടെ കൊല്ലന്മാരുണ്ട്, കൊല്ലന്മാർ അച്ഛൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3 വാളി 2 വാളി പിന്നെ 1000ൻ്റെ കട്ടിലേം ഡോർ ഫ്രഞ്ച് വിൻഡോ ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ടാക്കി. അതിനെല്ലാം കൂടി ഒരു 1,60,60,000 രൂപയായി. അന്ന് പൈസ പലിശക്ക് എടുത്ത് അതൊക്കെ ചെയ്ത് ഉണ്ടാക്കി. പിന്നെ കുറേ ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് തോന്നി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കാട്ടിലെ ചെല്ലും. പിന്നെ ടാങ്ക് ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ഈ വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക്, അലക്കല്ല്, പിന്നെ മറ്റേ ഗ്യാസ് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ ടാങ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി അങ്ങനെയുള്ളടത്ത് ഈ ഓയിൽ ടാങ്ക് വരും. ഈ വണ്ടികളുടെയൊക്കെ ഓയിൽ ഫിൽറ്റർ ഇത് ചെയ്യാനായിട്ട്, ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനിക്കാർ ഞങ്ങളെ വിളിക്കുക, അവിടെ കൊണ്ടുപോയി താത്തും. ആദ്യം ഞാനൊരു വണ്ടി എടുത്തു, മിനി ഡോറ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി എടുത്ത്, അങ്ങനെ 4 വണ്ടി മിനി ഡോറ് തന്നെ എടുത്തു. പിന്നെ ഏസായി ഇപ്പോൾ മിനി ഡോറുണ്ട്. അങ്ങനെ വൈക്കത്ത് ആദ്യം തുടങ്ങി, സുമിന ഇൻഡസ്ട്രീസ് എന്ന് തുടങ്ങി. അവിടെ കട്ടിലേം ജനലും ടാങ്ക്, വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പൈപ്പിൻ്റെ ഓരോ സാധനങ്ങൾ, ഫിറ്റിങ്സുകളൊക്കെ കോൺക്രീറ്റിൻ്റെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഇവിടെ ചേർത്തലയിൽ പോയി സ്ഥലം അന്വേഷിച്ച്. അപ്പോൾ ആദ്യം അവിടെ ഒരു സ്ഥലം കിട്ടി 15,000 രൂപ വാടക. അങ്ങനെ കിട്ടി. ഇപ്പോൾ 27,000 രൂപ വാടകയാണ് ഇപ്പോൾ ചേർത്തലയിൽ. അപ്പോൾ അവിടെയും കോൺക്രീറ്റ്, കട്ടില, ജനൽ, വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അവിടെയുണ്ട് പണിക്കാർ. ഒരു 10-12 പേര് അവിടെയുണ്ട്. അത് സവിത ഗ്രാസി സെൻ്ററാണ് ചേർത്തലയിലുള്ളത്. അത് ഇവിടുത്തെ ഇത് തന്നെയാണ് വെച്ചത്. അങ്ങനെ ഇപ്പോൾ തിരക്കേടില്ലായി. അങ്ങനെ തയ്ക്കാവി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കട്ട ഉണ്ടാക്കണം മാത്രം ഒരു കമ്പനി കൊടുക്കാൻ. കാശ് വലിച്ചൊക്കെ ഏതായാലും കിട്ടും, ബാങ്കിൽ നിന്ന് തരും. അങ്ങനെ ഇല്ലല്ലോ 5 ഉണ്ട്. പിന്നെ അങ്ങനെ അവിടെ തുടങ്ങി. പറവൂർ അങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് തുടങ്ങി. സ്ഥലമൊക്കെ വാടകയ്ക്ക് കിട്ടി. കാക്കനാടുള്ള ഒരു പാർട്ടിയുടെ സ്ഥലമാണ്, അത് കിട്ടി. പിന്നെ കൂനമ്മാവൂർ 22 സെൻറ്റ് സ്ഥലവും അങ്ങനെ അവിടെ നിന്ന് കിട്ടി. ടൂറ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി. അവിടെ ഇതുമാതിരി കോൺക്രീറ്റ്, കട്ടില, ജനൽ, വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക്, കട്ട ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. തുടക്കം തൈക്കാവിൻ്റെ ഇവിടുന്ന് ആണ്. ഇപ്പൊ 25 കൊല്ലത്തോളായി. ഇതിനു മുമ്പ് എന്തെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഞങ്ങൾ വേറെ ഇങ്ങനെ പണിക്ക് പോയിരുന്നു. കെട്ടിടത്തിന്റെ കോൺട്രാക്ട് വർക്ക് ഒരു 100 ജില്ലാനും മീഡിയം പണിതിട്ടുണ്ട്. കൊച്ചി ഷിപ്പ്യാർഡിന്റെ ക്വാർട്ടേഴ്സ്, അവർ NBOL ഉള്ളിൽ NBOLകാരുടെ സയന്റിസ്റ്റുകാരുടെ ഒരു 10 വീട് ഒരുമിച്ച് പണിതിട്ടുണ്ട്. കോൺക്രീറ്റ്, കട്ടില, ജനൽ, വാട്ടർ ടാങ്ക്, സെപ്റ്റി ടാങ്ക് അങ്ങനെ ഓരോ സാധനങ്ങളാണ്. അങ്ങനെ നമുക്കിപ്പോൾ എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഉണ്ടാക്കി തരും. സിമെൻറ്റ് കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ ഈ വീടിൻ്റെ മുകളിലിരിക്കണ ഗ്രാസികളുണ്ടാവും. അങ്ങനെ ചിലവർ വന്നിട്ട് പറയും ഇങ്ങനെ ഫോൺ ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഹോള് വേണം ഒരു ഉള്ളിൽ കൂടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഈ മറ്റേ കുരിശ് വെക്കാനുള്ളത് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ വലിയ പൈപ്പുണ്ട് അവിടെ, ആ പൈപ്പ് കട്ട് ചെയ്യുക ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഈ മറ്റേ യേശുവിൻ്റെയും ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് നിൽക്കില്ലേ, ഇടപ്പള്ളി പള്ളിയുടെ മാതിരി രൂപം വെക്കണം അവർ.
അപ്പം ഞാൻ അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഓ ഞങ്ങളിത് കുറേ ദിവസമായി ഇത് അന്വേഷിച്ചെടുക്കും, നിങ്ങൾക്ക് ഇത് എങ്ങനെ പറ്റി, നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ട്, എവിടെ പഠിച്ചേ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്ക് പഠിപ്പൊന്നുമില്ല, ഞാൻ എൻ്റെ തലയിൽ വരുന്നത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതങ്ങനെ ഞാനൊരു 2-3 പലവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 അങ്ങനെ ഓരോരുത്തർ ഇത് കണ്ടു കഴിയുമ്പോൾ പറയൂല ഇത് എവിടെ ഉണ്ടാക്കിയ. അപ്പം ഈ പൈപ്പാണെന്ന് അറിയുകയും ചെയ്യൂല. ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല കണ്ടീഷനാക്കി ഉള്ളിലിരിക്കുമ്പോൾ കുരിശുപള്ളി മറ്റേ എടപ്പള്ളി പുണ്യാളുടെ ഫോട്ടോയും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അതിനുള്ള സ്റ്റാഫുണ്ട്, ഹിന്ദിക്കാരുണ്ട്. ആദ്യം മലയാളികളായിരുന്നു, പിന്നെ ഓരോരുത്തർ മലയാളികൾ പോകാൻ തുടങ്ങി. അപ്പോൾ ഹിന്ദിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഒരാളുണ്ട് കരീം എന്ന് പറഞ്ഞിട്ട് അവനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവനെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവനെ വെട്ടാൻ പറ്റിയത് വേറൊരുത്തുണ്ട് കുത്തുബു എന്ന് പറഞ്ഞു. അവനോട് എന്ത് പറഞ്ഞാലും അവൻ അപ്പം തന്നെ ഐഡിയയിൽ അത് ചെയ്തു കൊടുക്കും. സ്റ്റാഫൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലയിടത്ത് 600-500 രൂപ കൊടുക്കുകയാണെങ്കിൽ ഞാനത് 700 ആക്കും. കൂലികൾ പിന്നെ കൂടി കൊടുത്തിട്ടാവും, നമുക്ക് അതിനനുസരിച്ച് ലാഭം കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് കൂലി കൊടുക്കണതിനെന്ത് കുഴപ്പം? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ തൈക്കാവിൽ തന്നെ 10-18 പേരുണ്ട്. കുറേ പേര് നാട്ടിൽ പോയി. ഇപ്പോൾ ഈ കൊറോണ വന്നില്ലേ, അപ്പോഴും ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. ഒരു സ്ഥലത്തും പൂട്ടിയില്ല. കൊറോണ കാലത്തും നല്ല ഈ ഇത് പിന്നെ ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറുണ്ടാക്കി. ഞാനൊരു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു, എടാ ഈ കവറ് മരിച്ചത് ഞാൻ വെക്കാൻ നേരത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കവറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതേമാതിരി നമുക്ക് കോൺക്രീറ്റിന് ഉണ്ടാക്കിയാൽ എന്താ എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ ഒരെണ്ണം എന്ത് ചെയ്ത്, ഞാൻ കോൺക്രീറ്റ് എൻ്റെ ഒരെണ്ണം ഉണ്ടാക്കി അടിയിൽ ഒരു 6 അടി നീളം, മുകളിൽ ഒരു 5.5 അടി നീളത്തിൽ 2 എണ്ണമാണത്. പിന്നെ ചെറുതും വലുതുമാണല്ലോ നമ്മൾ. അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ നല്ല ഓർഡറാണ് അതിന്. ഈ പള്ളികളിൽ ഒക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വരും. അപ്പോൾ അത് കാണിച്ചു കൊടുക്കും നമ്മൾ ഇന്ന വരെ ചെയ്യണമെന്നൊക്കെ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 10-40-45 എണ്ണമായി ചേരാനൊരു പള്ളിയിൽ തന്നെ. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ അവിടെ 2-3 എണ്ണം സ്റ്റോക്ക് കിടപ്പുണ്ട്. കാരണം മരിച്ചു കഴിഞ്ഞാൽ വെക്കണമല്ലോ. അങ്ങനെ അതിപ്പോൾ നല്ല രീതിയിൽ പോകേണ്ടത്, അതും കുഴപ്പമൊന്നുമില്ല. ഏതൊരു ബിസിനസ്സിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതാണല്ലോ. ഇക്കയുടെ ബിസിനസ്സിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന്റെ നമ്മുടെ ക്വാളിറ്റി അതേമാതിരി തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല സിമെന്റ് ആയിരിക്കും സിമെന്റ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ ഇത് ആദ്യം നമ്മൾ ടാങ്കിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ലെയർ നെറ്റ് വെക്കും. നെറ്റ് വെച്ചിട്ട് കെട്ടി പിന്നെ അതിൻ്റെ ചിക്കൻ മെഷ് വെക്കും. അപ്പോൾ ചിക്കൻ മെഷിൽ സ്ട്രോങ് സിമെൻറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിപ്പോകില്ല. അത് 25-30 കൊല്ലം. ഞാൻ പറഞ്ഞ എൻ്റെ മരിക്കണ വരെയുള്ള ഗ്യാരണ്ടി തരാമെന്ന് പറയും ചിലവരുടെ അടുത്ത്. കാരണം നമുക്കറിയാലോ ഇത് പൊട്ടിക്കാനും. ഇത് വെള്ളത്തിലിട്ട് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ചിറ്റിയൊക്കെ അടിച്ചാൽ പൊട്ടൂല. അതേമാതിരിയാണ്. അതേമാതിരി നമ്മൾ സ്ട്രോങ് ആയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വാളിറ്റി അനുസരിച്ച് ഇപ്പോൾ എന്നോട് തൃപ്പൂണിത്തുറയെന്ന് അവിടെ ഇല്ലാഞ്ഞിട്ടില്ല. തൃപ്പൂണിത്തുറ, വൈറ്റില, അതേമാതിരി കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരത്ത് ഇവിടുന്ന് ടാങ്ക് കൊണ്ടുവരുന്നു. ടാങ്കിന് ഒരു കുഴപ്പമില്ല. വെള്ളത്തിൽ കിടക്കൊണ്ടെന്ന് ഒരു സിമെന്റ് ആണല്ലോ സ്ട്രോങ്. ഒരു വേറെ പൊട്ടിപ്പോയത് തെള്ളിപ്പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേമാതിരി ക്വാളിറ്റി വ്യത്യാസം കാണിക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ വീട്ടിലൊരു ടാങ്ക് വേറെ ആൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും ഇത് ഇവിടെ നിന്നാണ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും നമ്മുടെ അടുത്ത്. അങ്ങനെ നമ്മൾ ടാങ്കിൻ്റെ പണി നല്ല സ്ട്രോങ് ആണ്. അതേമാതിരി തന്നെ ഇപ്പോൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഔട്ട്ലൈനും കിച്ചൻ്റെ പിന്നെ ബാത്റൂമിൻ്റെ ഒക്കെ ഔട്ട്ലൈനൊന്നും നമുക്ക് കെട്ടാൻ മുതലാവില്ല. ഇപ്പോൾ ഈ വാട്ടർ ടാങ്ക് ഇതൊക്കെ ഔട്ട്ലൈനും വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ ഔട്ട്ലൈനും ഒക്കെ ഇതാണ് കൊണ്ടുപോകുന്നത്. രണ്ടാമതും മൂന്നാമതും പിന്നെ അയലക്കാരെ വിളിച്ചെല്ലാം ഇത് ചെയ്യും. എന്നിട്ട് അവർ തന്നെ വിളിച്ചു പറയും ദൈവം അടുത്ത ആളെ ആക്കണ്ടട്ടാ, റെക്കമെൻഡേഷൻ ചെയ്യണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നെ ഒന്ന് പറയും കമ്മീഷൻ. അത്ര സ്ട്രോങ് ആണ് എല്ലായിടത്തും. അതെ. പിന്നെന്താ ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങും. മനസ്സിലുണ്ട്. പറ്റിയ സ്ഥലം കിട്ടണമെങ്കിൽ നമ്മൾ തുടങ്ങും. അടിപൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മ 1-2 സ്ഥലം പറഞ്ഞാൽ നമുക്കത് പറ്റിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുന്ന സ്ഥലമൊക്കെ നോക്കിയിട്ട്. കേരളത്തിൽ മാത്രമുണ്ട്, പുറത്തങ്ങനെ നമ്മ ഇതില്ല. പിന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല. തമിഴ്നാടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ തലമുറക്ക് ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഒരു വീട് പണിത് കഴിഞ്ഞാൽ അതിന് ആവശ്യം വരും. അങ്ങനെയുള്ള സാധനങ്ങൾ പുതിയ എന്തുണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ ഈ പൈപ്പ് വീട്ടിലെ മറ്റേ സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പിൻ്റെ ഒരു മെയിൻ ഹോള് പോലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു വീടിൻ്റെ റൗണ്ട് ചെയ്ത് മെയിൻ ഹോൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്.
അവർക്കായിട്ട് എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജോ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പൊതു ഞങ്ങളെ യങ്സ്റ്റേഴ്സ്? നിങ്ങളെ പോലെയുള്ളൊരു വേണമല്ലോ നമുക്ക്, എന്നാലേ പരസ്യം ആവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ കലണ്ടർ അടിക്കും, 5000 6000 കലണ്ടർ ഒരു കൊല്ലത്തിലടിക്കും. എന്നിട്ട് എല്ലാ സ്കൂളിന്റെ വാതക്കലും നമ്മുടെ പണിക്കാർ കൊണ്ടുപോയിട്ട് ഓരോന്ന് കൊടുക്കും. അപ്പൊ എല്ലാവരും ഈ കലണ്ടർ കൊണ്ടുപോയി വീട്ടിൽ തൂക്കും. അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ 25 years ഓഫ് ഹാർഡ് വർക്ക് ആണ് ഇക്കടെ. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ബിസിനസ് ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും എന്തെങ്കിലും പുതിയ പുതിയ ബിസിനസ് വളരാനുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഞങ്ങളെല്ലാവരെയും ജീവിത കഥയും കൊണ്ട് ഇൻസ്പയർ ചെയ്തതിന് ബഷീറയ്ക്ക് വലിയൊരു നന്ദി. അടുത്തൊരു കഥയുമായി വരുന്നത് വരെ ദിസ് ഇസ് മീ ഉത്തര സൈനിങ് ഓഫ്.